കോവിഡിന് ശേഷം കേരളത്തിലെ സാമൂഹ്യപരമായ മാറ്റങ്ങളും കുടുംബങ്ങളിലെ ഭിന്നതയും ആശങ്കപ്പെടുത്തുന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ സജീവമായതോടെ കുടുംബ ബന്ധങ്ങൾ തകർന്ന അവസ്ഥ. മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കൾ. ഡിജിറ്റൽ ലോകത്തെ കെണിയിൽ കുടുങ്ങുന്നവരിൽ കുട്ടികളും കൗമാരക്കാരും വീട്ടമ്മമാരുമുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ഒരു കുടുംബത്തിൻ്റെ സ്വൈര്യ ജീവിതം തകർത്തത് മൊബൈൽ ഫോണാണ്. സമൂഹ മാധ്യമം വഴി തുടങ്ങിയ സൗഹൃദം ഒടുവിൽ യുവതിയുടെ വധശ്രമത്തിൽ കലാശിക്കുന്നു. മലപ്പുറം കോട്ടക്കലിൽ 17-കാരിയെ ആൺസുഹൃത്തുക്കൾ ചേർന്ന് പീഡിപ്പിച്ച കേസ് പരിശോധിച്ചാലും അതിന് പിന്നിൽ ഇൻസ്റ്റഗ്രാം പ്രണയമാണ്. ഇതോടൊപ്പം വാളയാർ പീഡന കേസിൽ സഹോദരിമാരായ 2 കുരുന്നുകൾ അനുഭവിച്ച ദുരിത കഥകൾ കൂടി പുറത്തു വരുന്നുണ്ട്. വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ദമ്പതികൾ മറ്റ് സൗഹൃദങ്ങൾ തേടിപ്പോകുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്. പിന്നീട് വഴിവിട്ട സൗഹൃദങ്ങൾ ചിലരെ വരിഞ്ഞു മുറുക്കാം. അതിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കുമ്പോൾ ഒരുപക്ഷെ ജീവിതം തന്നെ കൈവിട്ടു പോകും. അതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലെ സൂര്യഗായത്രിക്ക് സംഭവിച്ചത്. യുവതിയെ ആൺസുഹൃത്ത് വീട്ടിൽ കയറി വെട്ടിപ്പരിക്കേൽപ്പിച്ച സംഭവം വെൺപകൽ എന്ന ഗ്രാമത്തെ നടുക്കിയിരിക്കുന്നു. ഉച്ചയോടെയാണ് വീടിൻ്റെ ടെറസിൽ കയറി സൂര്യഗായത്രിയെ സുഹൃത്ത് സച്ചു വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കേസിൽ കൊടങ്ങാവിള സ്വദേശി സച്ചു എന്ന് വിളിക്കുന്ന വിപിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവാഹിതയായ സൂര്യഗായത്രി ഭർത്താവുമായി പിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. സൂര്യഗായത്രിയും സച്ചുവും തമ്മിൽ അടുപ്പമുണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ഒരാഴ്ച മുമ്പ് സച്ചു യുവതിയുടെ വീട്ടിലെത്തി ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ വീണ്ടും യുവതിയുടെ വീട്ടിലെത്തിയ സച്ചു ടെറസിൽ സംസാരിച്ചുകൊണ്ടിരിക്കെയാണ് വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. യുവതിയുടെ നിലവിളി കേട്ടാണ് നാട്ടുകാർ ഓടിയെത്തിയത്. തുടർന്ന് നെയ്യാറ്റിൻകര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച സൂര്യഗായത്രിയെ അടിയന്തര ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇവരുടെ നില അതീവ ഗുരുതരമാണെന്നാണ് വിവരം. വീട്ടിൽ മറ്റാരുമില്ലാത്ത സമയത്താണ് ആക്രമണം നടത്തിയ കൊടങ്ങാവിള സ്വദേശിയായ സച്ചു എന്ന വിപിൻ യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കടന്നു കളഞ്ഞു. ഇയാളെ വൈകിട്ടോടെയാണ് പോലീസ് പിടികൂടിയത്. വിവാഹിതയായ സൂര്യഗായത്രി ഭർത്താവുമായി പിണങ്ങി മാതാപിതാക്കൾക്കൊപ്പമാണ് താമസം. ഇവർക്കൊരു മകളുണ്ട്. സച്ചു പലതവണ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. നെയ്യാറ്റിൻകര. സമൂഹ മാധ്യമങ്ങളിലെ പ്രണയക്കെണിയെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറയാറുള്ളതാണ്. എങ്കിലും പെൺകുട്ടികൾ ചതിക്കിരകളാകുന്ന സംഭവങ്ങൾ വർദ്ധിക്കുന്ന കാഴ്ച. മലപ്പുറം കോട്ടക്കലിൽ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത് 17-കാരിയെ ക്രൂരപീഡനത്തിന് ഇരയാക്കിയത് 2 യുവാക്കൾ ചേർന്നാണ്. മാത്രമല്ല, പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് പ്രതികൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. കേസിൽ തൃശൂർ സ്വദേശി അമൽ അഹമ്മദ്, മലപ്പുറം സ്വദേശി മുബഷീർ എന്നിവരെ കോട്ടക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ കേച്ചേരി സ്വദേശി അമൽ അഹമ്മദ്, മലപ്പുറം മുണ്ടുപറമ്പ് സ്വദേശി മുബഷീർ, ഇവരെയാണ് കോട്ടക്കൽ ഇൻസ്പെക്ടർ വിനോദ് വലിയാട്ടൂർ അറസ്റ്റ് ചെയ്തത്. 17-കാരിയുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദം സ്ഥാപിച്ച ശേഷമായിരുന്നു ക്രൂരത. പെൺകുട്ടി അറിയാതെ നഗ്ന വീഡിയോകൾ പകർത്തിയ പ്രതികൾ ഇവ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. അതിജീവിതയുടെ സ്വകാര്യ ഭാഗങ്ങളിലടക്കം പ്രതികൾ മാരകമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട്. 1-ാം പ്രതി അമലിനെ പരപ്പനങ്ങാടിൽ നിന്നും മുബഷീറിനെ ഇരുങ്കുഴിയിൽ നിന്നുമാണ് പിടികൂടിയത്. ASI-മാരായ ശൈലേഷ്, ബുഷ്ര, പോലീസുകാരായ ബിജു, രാജേഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പോക്സോ ചുമത്തി അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. 9ഉം 13ഉം വയസ്സുള്ള 2 പെൺമക്കളെയും സുഹൃത്തുക്കൾക്ക് കാഴ്ചവെച്ച മാതാപിതാക്കൾ. കുഞ്ഞുങ്ങളുടെ കൺമുന്നിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട അമ്മ. വാളയാറിലെ പെൺകുട്ടികളെ ബലാത്സംഗത്തിന് ഇരയാക്കി കെട്ടിത്തൂക്കിയ കേസിൽ
CBIയുടെ കണ്ടെത്തൽ ഞെട്ടിപ്പിക്കുന്നതാണ്. 2 ആഴ്ച മുൻപ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിലാണ് കരളലിയിപ്പിക്കുന്ന കഥകളുള്ളത്. 1-ാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാര്യം മാതാപിതാക്കൾ പോലീസിനെ അറിയിച്ചില്ല. മൂത്ത മകളുടെ മരണശേഷം അമ്മയും അച്ഛനും ഇളയ പെൺകുട്ടിയെ 1-ാം പ്രതിയുടെ വീട്ടിലേക്ക് അയച്ചു. 1-ാം പ്രതി മധുവിന് പുറമെ അമ്മയും അച്ഛനുമാണ് കേസിൽ 2ഉം 3ഉം പ്രതികൾ. വാളയാറിലെ കുഞ്ഞുങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു പോന്ന ലൈംഗിക ചൂഷണത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് CBI സമർപ്പിച്ച കുറ്റപത്രത്തിലുള്ളത്. 2 പെൺകുഞ്ഞുങ്ങളും ലൈംഗിക ചൂഷണത്തിന് ഇരയാകുന്നത് മാതാപിതാക്കൾക്ക് അറിയാമായിരുന്നെന്നാണ് വെളിപ്പെടുത്തൽ. പെൺകുട്ടികളുടെ അമ്മ കുട്ടികളുടെ സാന്നിധ്യത്തിൽ 1-ാം പ്രതി മധുവുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. മൂത്ത കുട്ടിയെ മധു പീഡിപ്പിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും അയാളെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി മദ്യസൽക്കാരം നടത്തി. 2016 ഏപ്രിലിൽ 1-ാം പ്രതി മൂത്ത മകളെ അപമാനിക്കുന്നത് അമ്മ കണ്ടിരുന്നു. 2 ആഴ്ച കഴിഞ്ഞ് പ്രതി വീണ്ടും കുട്ടിയെ പീഡിപ്പിക്കുന്നത് അച്ഛനും സാക്ഷിയായി. 2017 ജനുവരി 13-നും മാർച്ച് 4-നുമാണ് കുഞ്ഞുങ്ങളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നിട്ടും മാതാപിതാക്കൾ 1-ാം പ്രതി മൂത്ത കുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചത് പോലീസിൽ അറിയിച്ചില്ല. മൂത്ത മകളുടെ മരണശേഷവും ഇളയ പെൺകുട്ടിയെ അമ്മയും അച്ഛനും 1-ാം പ്രതിയുടെ വീട്ടിലേക്ക് അയക്കാറുണ്ടായിരുന്നു. CBI കുറ്റപത്രത്തിൽ മധു 1-ാം പ്രതിയും അമ്മയും അച്ഛനും 2ഉം 3ഉം പ്രതികളാണ്. കേസിൽ മുഴുവൻ പ്രതികളെയും വിചാരണ കോടതി കുറ്റവിമുക്തരാക്കിയതിനെ തുടർന്ന് അന്വേഷണം ഏറ്റെടുത്ത CBI 2 ആഴ്ച മുന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളെ ബലാത്സംഗത്തിനും മരണത്തിനും ഇരയാക്കിയത് മാതാപിതാക്കൾ മനഃപൂർവ്വമാണെന്ന നിഗമനത്തിലാണ് CBI. ന്യൂസ് 18 കൊച്ചി. ഷെറിന് ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കേണ്ട. 3 നേരവും ഭക്ഷണം ജയിലിന് പുറത്തു നിന്നും വാങ്ങി നൽകും. സ്വന്തമായി മൊബൈൽ ഫോണും. തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത്. ഭാസ്കര കാരണവർ വധക്കേസിലെ 1-ാം പ്രതി ഷെറിനെതിരെ സഹതടവുകാരി സുനിതയുടെ വെളിപ്പെടുത്തലാണിത്. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് VIP പരിഗണനയായിരുന്നു. മന്ത്രി ഗണേഷ് കുമാറുമായും DIG പ്രദീപുമായും ഷെറിന് അടുത്ത ബന്ധമാണ്. മന്ത്രിസഭായോഗം ഷെറിന് ശിക്ഷായിളവ് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സഹതടവുകാരിയായിരുന്ന സുനിത വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത്. മറ്റുള്ള തടവുകാരെ പോലെ അവർ ക്യൂരിൽ നിന്നിട്ട് ഭക്ഷണം വാങ്ങിയിരുന്നില്ല. അവർക്ക് 3 നേരവും അവർക്ക് ഉള്ള ഭക്ഷണം അവിടുത്തെ ജയിൽ സ്റ്റാഫുകൾ അവർ പറയുന്ന ഭക്ഷണം അവർക്ക് പുറമെ നിന്ന് വാങ്ങി കൊടുക്കാറാണ് പതിവ്. ചെങ്ങന്നൂർ ചെറിയനാട്ടെ ഭാസ്കര കാരണവർ കൊലക്കേസ് പ്രതി ഷെറിനും ജയിൽ അധികൃതർക്കുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് സഹതടവുകാരിയായിരുന്ന സുനിത നടത്തുന്നത്. അട്ടക്കുളങ്ങര ജയിലിൽ ഷെറിന് ലഭിച്ചത് VIP പരിഗണന. ജയിൽ DIG പ്രദീപുമായി അടുത്ത ബന്ധം. അതുവഴി ജയിലിൽ മറ്റൊരു തടവുകാർക്കുമില്ലാത്ത സ്വാതന്ത്ര്യം. ഭക്ഷണം വാങ്ങാൻ ക്യൂ നിൽക്കണ്ട. 3 നേരവും ഭക്ഷണം ജയിൽ ജീവനക്കാർ പുറത്തുനിന്ന് വാങ്ങി നൽകും. സ്വന്തമായി മൊബൈൽ ഫോണും മുഖം നോക്കാൻ കണ്ണാടിയും മേക്കപ്പ് സെറ്റും. തടവുകാർക്കുള്ള വസ്ത്രമല്ല ഷെറിൻ ധരിച്ചിരുന്നത്. ബെഡും തലയിണയും അടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഷെറിന് ലഭിച്ചിരുന്നു. ഷെറിനെ കാണാൻ DIG ആഴ്ചതോറും ജയിലിൽ വരുമായിരുന്നു. പല ദിവസങ്ങളിലും രാത്രി 7 മണിക്ക് ശേഷം ഷെറിനെ സെല്ലിൽ നിന്നും പുറത്തു കൊണ്ടുപോകും. പിന്നെ 2 മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ തിരികെ വരാറുള്ളതെന്നും സുനിത പറയുന്നു. DIG പ്രദീപ് സാറായിട്ട് അവർക്ക് വഴിവിട്ടപ്പോൾ എന്തായാലും ഉണ്ടായിരുന്നു. കാരണം ഷെറിൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്, ഈ മൊബൈൽ ഫോൺ ഇഷ്യൂവിൽ ഞാൻ പരാതി കൊടുത്തപ്പോൾ എന്നോട് പറഞ്ഞത്, സുനിത നീ എൻ്റെ പേരിൽ പരാതി ഇഷ്യൂ ആക്കരുത്, ഇതിന്ന് പിന്മാറണം, എന്നെ ജയിലിൽ നിന്ന് ഇറക്കാൻ സഹായിക്കാം, എനിക്ക് സാമ്പത്തിക സഹായം നൽകാം. കാരണം ഷെറിൻ പ്രദീപ് സാറായിട്ട് വളരെ അടുപ്പത്തിലാണ്, അവർ ശാരീരിക ബന്ധത്തിൽ വളരെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രദീപ് സാറ് ഒരു പ്രശ്നം ഷെറിൻ ഉണ്ടാക്കില്ല, എന്നോട് പിന്തിരിയാനാണ് ഷെറിൻ അക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത്. മന്ത്രി ഗണേഷ് കുമാറുമായും അടുത്ത ബന്ധമുണ്ടെന്ന് ഷെറിൻ പറഞ്ഞിരുന്നതായി സുനിത വെളിപ്പെടുത്തി. 2013 ശേഷമുള്ള സമയത്താണ് സുനിതയും ഷെറിനും അട്ടക്കുളങ്ങര വനിതാ ജയിലിൽ ഒരുമിച്ചുണ്ടായിരുന്നത്. അനധികൃതമായി സൗകര്യങ്ങൾ നൽകുന്നതിനെതിരെ പരാതിപ്പെട്ടിട്ടും ഫലമുണ്ടായില്ല. ഇതിനുശേഷം ജയിൽ സൂപ്രണ്ടും DIG പ്രദീപും തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും സുനിത ആരോപിച്ചു. പിന്നീട് വിവരാവകാശ നിയമപ്രകാരം കാര്യങ്ങൾ തിരക്കിയപ്പോഴാണ് ഷെറിനെ അട്ടക്കുളങ്ങരയിൽ നിന്ന് വിയ്യൂരിലേക്ക് മാറ്റിയത്. മന്ത്രിസഭായോഗം ഷെറിന് ശിക്ഷാ ഇളവിന് ശുപാർശ ചെയ്തതിന് പിന്നാലെയാണ് സുനിത വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയത്. ഷെറിനേക്കാൾ ദീർഘകാലമായി ജയിലിൽ കഴിയുന്നവരും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരുമായ വനിതകൾ ഉണ്ടെന്നിരിക്കെയാണ് സർക്കാർ ഇവർക്കു മാത്രം ശിക്ഷാ ഇളവ് നൽകുന്നത്.
ന്യൂസ് 18 തൃശൂർ. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിൽ പല പ്രമുഖരെയും സംശയനിഴലിലാക്കുന്നതാണ് പ്രതിയുടെ വെളിപ്പെടുത്തൽ. NGO കോൺഫെഡറേഷൻ ചെയർമാനായിരുന്ന KN അനന്തകുമാറിന് 2 കോടി രൂപ നൽകിയെന്ന് പ്രതി അനന്തകൃഷ്ണന്റെ മൊഴിയിലുണ്ട്. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന് 46 ലക്ഷം രൂപ നൽകി. ഡീൻ കുര്യാക്കോസ് MP, ജോയ്സ് ജോർജ്, CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് എന്നിവർക്ക് തെരഞ്ഞെടുപ്പിന് പണം കൊടുത്തെന്നും മൊഴിയിൽ പറയുന്നു. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ മറയാക്കിയാണ് അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയതെന്നും വിവരമുണ്ട്. പകുതി വിലയ്ക്ക് സ്കൂട്ടറും ലാപ്ടോപ്പും തയ്യൽ മെഷീനും വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ മറവിൽ നടന്ന തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. പ്രതി അനന്തകൃഷ്ണൻ പോലീസിന് നൽകിയ മൊഴി പല രാഷ്ട്രീയ പ്രമുഖരെയും സംശയനിഴലിലാക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഡീൻ കുര്യാക്കോസിന് 40 ലക്ഷം രൂപയും CPIM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസിന് 25 ലക്ഷം രൂപയും നൽകിയെന്നാണ് മൊഴി. ഇതിൻ്റെയൊക്കെ വാട്സാപ്പ് ചാറ്റും വോയിസും പോലീസിന് ലഭിച്ചു. ഇടുക്കി, മൂവാറ്റുപുഴ, എറണാകുളം ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കൾ പണം വാങ്ങിയിട്ടുണ്ട്. സർവീസ് സഹകരണ ബാങ്ക് അക്കൗണ്ട് വഴിയാണ് പണം വാങ്ങിയിരുന്നത്. തട്ടിപ്പ് പണം വഴി അനന്തകൃഷ്ണൻ 5 സ്ഥലം വാങ്ങി. മുട്ടത്ത് 50 സെന്റ് സ്ഥലം വാങ്ങിയത് 85 ലക്ഷം രൂപ നൽകിയാണ്. കൊടയത്തൂരിൽ 2 സ്ഥലത്ത് ഭൂമിയുണ്ട്. ഈരാറ്റുപേട്ടയിൽ 23 സെന്റ് സ്ഥലം വാങ്ങി. ഇതോടൊപ്പം അനന്തകൃഷ്ണൻ തട്ടിപ്പ് നടത്തിയത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെ ഉൾപ്പെടെ മറയാക്കിയാണെന്നും വിവരം ലഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, മുഖ്യമന്ത്രി പിണറായി വിജയൻ തുടങ്ങിയവരുമായി പലപ്പോഴായി നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണത്തിനും വിശ്വാസത്തിനും വേണ്ടി അനന്തു ഉപയോഗിച്ചു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുമൊത്തുള്ള ചിത്രങ്ങളും ഇക്കൂട്ടത്തിലുണ്ട്. NGO കോൺഫെഡറേഷൻ ലാപ്ടോപ്പ്, സ്കൂട്ടർ, തയ്യൽ മെഷീൻ എന്നിവ വിതരണം ചെയ്ത പരിപാടികളിൽ അനന്തകൃഷ്ണയ്ക്കൊപ്പം രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിച്ചിരുന്നു. 2022 കൊച്ചിയിൽ കോൺഫെഡറേഷന്റെ സമ്മേളനം മന്ത്രി R ബിന്ദുവാണ് ഉദ്ഘാടനം ചെയ്തത്. തിരുവനന്തപുരത്ത് മന്ത്രി V ശിവൻകുട്ടിയും CPM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവനും പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ആലപ്പുഴയിൽ BDJS സംസ്ഥാന പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യവുമുണ്ടായി. ഇക്കഴിഞ്ഞ ജനുവരി 31 വരെ തയ്യൽ മെഷീൻ, സ്കൂട്ടർ, ലാപ്ടോപ്പ് എന്നിവ വിതരണം ചെയ്തിരുന്നു. പാതിവില തട്ടിപ്പിൽ സംസ്ഥാനത്താകെ ഇതുവരെ 70ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 4000ഓളം പരാതികൾ വിവിധയിടങ്ങളിലായി ലഭിച്ചു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നിന്നാണ് കൂടുതൽ പരാതികൾ. പാതിവില തട്ടിപ്പിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്തത് 15 കേസുകളാണെന്നും ആലുവ റൂറൽ SP വൈഫ് സക്സേന പറഞ്ഞു. കുറേ പരാതി ഡയറക്റ്റ് കിട്ടിയിട്ടുണ്ടോ, കുറേ പരാതി NGO വഴി കിട്ടിയിട്ടുണ്ട്. സോ അതിനകത്ത് ഇതുവരെ ഏകദേശം 15 FIR രജിസ്റ്റർ ആയിരുന്നു. പക്ഷേ ഈ 15 FIRൽ അറൗണ്ട് 200 പരാതിക്കാരുണ്ടാവും. കാരണം ഒരു NGO, പ്രത്യേകിച്ചും ഒരു കുന്നത്തനാട്ടിൽ ഒരു NGOന് നമുക്ക് ഏകദേശം 130 ആൾക്കാരുണ്ട് പരാതി ഒരു സിംഗിൾ FIR ഉണ്ടായിരുന്നു. സോ ഏകദേശം അറൗണ്ട് 200 ആൾക്കാരുണ്ട് പരാതി 15 FIRൽ തന്നെ. അതെ, ഇപ്പോൾ ഈ സമയത്ത് പങ്കിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കുന്നു. ഇപ്പോൾ എല്ലാ ആംഗിൾസ് ഓപ്പൺ ആണ് ഇൻവെസ്റ്റിഗേഷനിൽ. ഇത് എന്തെങ്കിലും തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ശക്തമായ നടപടി ഉണ്ടാവും. അതിനിടെ പകുതി വിലയ്ക്ക് സ്കൂട്ടറുകളും വീട്ടുപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവവുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം MLAക്കെതിരെ പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തു. വഞ്ചനാക്കുറ്റത്തിനുള്ള വകുപ്പുകൾ ചുമത്തിയാണ് MLAക്കെതിരെ കേസ്. പുലാമന്തോൾ സ്വദേശിനി അനുപമയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ പരാതികൾ വന്നു തുടങ്ങിയതോടെ ഇവ കൂടി പരിശോധിച്ച ശേഷമാകും അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിടുക. ന്യൂസ് 18 കൊച്ചി. ക്യാമ്പസുകളിൽ ചില വിദ്യാർത്ഥികൾ ഭീകരത സൃഷ്ടിക്കുന്നുണ്ട്. നിസ്സാര പ്രശ്നങ്ങളുടെ പേരിൽ സാധുക്കളായ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യും. മലപ്പുറം മഞ്ചേരി തിരുവാരിയിൽ ഡിഗ്രി വിദ്യാർത്ഥിയെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചത് ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിൻ്റെ പേരിലാണ്. തിരുവാലി ഹിക്സ്മിയ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2ാം വർഷ BCom വിദ്യാർത്ഥി ഷാനിദിനാണ് മർദ്ദനമേറ്റത്. സംഭവത്തിൽ 6 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. കോളേജിന്റെ പേരിൽ ഷാനിദും കൂട്ടുകാരും ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജ് തുടങ്ങിയിരുന്നു. ഇതിനെ സീനിയർ വിദ്യാർത്ഥികൾ ചോദ്യം ചെയ്തു. പേജ് ഡിലീറ്റ് ചെയ്യാൻ നിർദ്ദേശിച്ചു.
വാക്കുതർക്കം ഭീഷണിയിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറി. കയ്യിൽ താക്കോൽ വെച്ച് ഷാനിദിനെ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചെന്നാണ് പരാതി. ഞങ്ങൾ വീഡിയോസ് 2 ദിവസം മുമ്പ് തന്നെ ഞങ്ങള് ഇൻസ്റ്റാഗ്രാം പേജ് ഡിലീറ്റ് ആക്കണം പറഞ്ഞുകൊണ്ട് ഞങ്ങള് എഴുത്തറ കൂടി. അപ്പോൾ ഇന്ന് കോളേജ് വിട്ടപ്പോ ഞാൻ ചങ്ങായി ഗ്രേറ്റിൻ്റെ അവിടെ നിന്നപ്പോ ഇവര് വന്നുകൊണ്ട് അവനെ തല്ലാൻ വന്നു. അപ്പൊ ഞാനുണ്ടായിരുന്നു. അപ്പൊ ഇതിൽ വേണ്ടവരാണ് ഇന്നെ വലിച്ചുകൊണ്ടുപോയി അടിച്ചിരുന്നു. ഷാനിദിന്റെ മുഖത്താണ് പരിക്കേറ്റത്. മുൻവശത്തെ പല്ലുകളും പൊട്ടിയിട്ടുണ്ട്. താടിയല്ലിൽ 3 തുന്നലുണ്ട്. ഷാനിദിന്റെ പരാതി പ്രകാരം 6 പേർക്കെതിരെ ഇടവണ്ണ പോലീസ് കേസെടുത്തു. മർദ്ദിച്ചതിനും ദേഹോപദ്രവമേൽപ്പിച്ചതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് 18 മലപ്പുറം. കേരള പോലീസ് ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുകയാണ്. സാധാരണക്കാർക്ക് നേരെ പോലീസ് അതിക്രമം പതിവാകുന്നു. തിരുവനന്തപുരം വർക്കലയിലാണ് ഒടുവിലത്തെ സംഭവം. അതിർത്തി തർക്കത്തെ തുടർന്ന് ഗൃഹനാഥനെ അറസ്റ്റ് ചെയ്യാനെത്തിയ പോലീസ് ഇയാളുടെ മകനായ 14-കാരനെ തറയിൽ തള്ളിയിട്ടെന്നും വീഴ്ചയിൽ കൈയൊടിഞ്ഞുവെന്നുമാണ് കുടുംബത്തിൻ്റെ പരാതി. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പോലീസ് പറയുന്നു. വർക്കല ഹരിഹരപുരം സ്വദേശി രാജേഷ് ശാലിനി ദമ്പതികളുടെ മകനായ 14-കാരന്റെ കൈക്കാണ് പൊട്ടലുണ്ടായത്. ഇവരും അയൽപ്പക്കത്ത് താമസിക്കുന്ന ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുടെ ഭാര്യാമാതാവുമായി വഴിത്തർക്കം നിലനിന്നിരുന്നു. ഇതിൽ രാജേഷിന് അനുകൂലമായി കോടതി വിധി വന്നതോടെ ഇവർ അതിർത്തിയിൽ വേലി സ്ഥാപിച്ചു. എന്നാൽ കഴിഞ്ഞ ദിവസം ഡിവൈഎസ്പി സ്ഥലത്തെത്തി വേലി പൊളിച്ചതിനെ തുടർന്നാണ് ഇരു കൂട്ടരും തമ്മിൽ വീണ്ടും സംഘർഷം ഉടലെടുത്തത്. ഡിവൈഎസ്പിയുടെ സ്വാധീന പ്രകാരം രാജേഷിനെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതായും കുടുംബം ആരോപിക്കുന്നു. രാജേഷിനെ അറസ്റ്റ് ചെയ്യാനായി അയിരൂർ പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തിയിരുന്നു. ഇയാളെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നതിനിടയിൽ ഭാര്യയും മകനും തടയാനെത്തി. തുടർന്ന് 14-കാരന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് തറയിൽ തള്ളിയിട്ടു എന്നാണ് കുടുംബം പരാതിപ്പെടുന്നത്. എന്റെ കൊച്ചിനെ പിടിച്ചുതള്ളുകയും എന്നെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്തു. പിന്നെ എന്റെ പേരിലും എന്റെ ഹസ്ബൻഡിന്റെ പേരിലും കള്ളക്കേസൊക്കെ എഴുതി വെച്ചു. പിന്നെ നിരന്തരമായിട്ട് നമ്മൾ അവിടെ താമസിക്കുന്നതിനുകൊണ്ട് അവരെപ്പോഴും നമ്മളെ പിന്നെ ഒരു ചീത്ത വിളിക്കുകയും വഴക്കുറയും ചെയ്യും. കൊച്ചുങ്ങൾ അങ്ങോട്ട് വെളിയിൽ ഇറങ്ങിയാൽ പോലും അവര് വഴക്കുറയും എല്ലാം ചെയ്യും. കുട്ടിയുടെ കുടുംബം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും മുഖ്യമന്ത്രിക്കും ചൈൽഡ് ലൈനിനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. അതേസമയം പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജേഷിനെ അറസ്റ്റ് ചെയ്യാനാണ് എത്തിയതെന്നും പോലീസ് വാഹനത്തിന്റെ പിന്നിൽ തടസ്സം നിന്ന അമ്മയെയും കുട്ടിയെയും പിടിച്ചുമാറ്റുക മാത്രമാണ് ഉണ്ടായതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 ആറ്റിങ്ങൽ. എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ ക്രിമിനൽ കേസ് പ്രതിയും ബന്ധുക്കളും ചേർന്ന് അക്രമം അഴിച്ചുവിട്ട കേസാണ് പോലീസ് പെട്രോൾ ഇനി പരിശോധിക്കുന്നത്. മോഷണ കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തതിനെ തുടർന്നാണ് സ്ത്രീകളടങ്ങുന്ന സംഘം സ്റ്റേഷനിലെത്തി ആക്രമണം നടത്തുകയും പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും ചെയ്തത്. സംഘർഷത്തിൽ അറസ്റ്റിലായ പ്രതികളുടെ ബന്ധുക്കൾക്കെതിരെയും പോലീസ് കേസെടുത്തു. 1-ാം പ്രതി അജിത്തിന്റെ ഭാര്യയ്ക്കും അമ്മയ്ക്കുമെതിരെയാണ് കേസ്. പോലീസ് ഉദ്യോഗസ്ഥരെ ദേഹോപദ്രവം ഏൽപ്പിച്ചു, ഡ്യൂട്ടി തടസ്സപ്പെടുത്തി തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് നടപടി. വ്യാഴാഴ്ചയാണ് അമ്പലമേട് പോലീസ് സ്റ്റേഷനിൽ പ്രതികൾ അക്രമം നടത്തിയത്. നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റിൽ മോഷണം നടത്തിയതിനാണ് പോലീസ് 3 പേരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായ അജിത് ഗണേഷ്, അഖിൽ ഗണേഷ്, ആദിത്യൻ എന്നിവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകാനിറക്കിയപ്പോഴാണ് ബന്ധുക്കളെത്തി പ്രതിഷേധിച്ചത്. തുടർന്ന് പോലീസുകാരും പ്രതികളുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായി. സ്റ്റേഷനിലെ സാധന സാമഗ്രികളും പ്രതികൾ അടിച്ചു തകർത്തു. 30,000 രൂപയുടെ നാശനഷ്ടങ്ങൾ പ്രതികൾ സ്റ്റേഷനുള്ളിൽ ഉണ്ടാക്കിയെന്നാണ് തൃക്കാക്കര ACP വ്യക്തമാക്കിയത്. അഖിൽ ഗണേഷ്, അജിത് ഗണേഷ് എന്നിവർ സഹോദരങ്ങളാണ്. അഖിലിനെതിരെ വിവിധ സ്റ്റേഷനുകളിലായി 17 കേസുകൾ നിലവിലുണ്ട്. കാപ്പ കേസിലെ പ്രതിയുമാണ്.
അജിത്തിനെതിരെ 14 കേസുകളുമുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചതിനും ഇവർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. പോലീസുകാരെ ദേഹോപദ്രവം ഏൽപ്പിക്കൽ, ഡ്യൂട്ടി തടസ്സപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പ്രതികളുടെ ബന്ധുക്കൾക്കെതിരെ കേസെടുത്തത്. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് മുക്കത്ത് യുവാവിനെ വീട്ടിൽ കയറി ആക്രമിച്ച വാർത്ത പോലീസ് പെട്രോൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. സംഭവത്തിൽ 2 പ്രതികളെ മുക്കം പോലീസ് പിടികൂടിയിരിക്കുന്നു. മർദ്ദനമേറ്റ പ്രജീഷിന്റെ സുഹൃത്ത് അനൂപിന്റെ ഭാര്യ സഹോദരനായ കൊടുവള്ളി സ്വദേശി വിനുവിന്റെ സുഹൃത്ത് ഷിജിത്ത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. അനൂപ് സ്ഥിരമായി പ്രജീഷിന്റെ വീട്ടിലെത്തി മദ്യപിച്ചിരുന്നതാണ് ആക്രമണ കാരണമെന്ന് പോലീസ് പറയുന്നു. മുക്കം തോട്ടത്തിൻകടവ് സ്വദേശി പ്രജീഷിനെയാണ് വീട്ടിൽ കയറി അതിക്രൂരമായി മർദ്ദിച്ചത്. പ്രജീഷിന്റെ സുഹൃത്ത് അനൂപിന്റെ ഭാര്യ സഹോദരനായ കൊടുവള്ളി പറമ്പത്തുകാവ് വിനുവിന്റെ സുഹൃത്ത് ഷിജിത്ത് എന്നിവരെയാണ് മുക്കം പോലീസ് അറസ്റ്റ് ചെയ്തത്. അനൂപ് സ്ഥിരമായി പ്രജീഷിന്റെ വീട്ടിലെത്തി മദ്യപിച്ചിരുന്നതാണ് ആക്രമണ കാരണമെന്ന് പോലീസ് പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്ന പ്രജീഷിനെ കഴിഞ്ഞ ദിവസം രാത്രി 10:30ഓടെയാണ് പ്രതികൾ ആക്രമിച്ചത്. ബഹളം കേട്ട് അയൽവാസികൾ ഓടിയെത്തിയപ്പോൾ പ്രതികൾ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. തുടർന്ന് നടന്ന പോലീസ് അന്വേഷണത്തിലാണ് 2 പ്രതികൾ പിടിയിലായത്. മർദ്ദനത്തെ തുടർന്ന് ബോധരഹിതനായ പ്രജീഷ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ന്യൂസ് 18 മുക്കം. മാതാപിതാക്കളുടെ നന്മയും തിന്മയും കണ്ടാണ് മക്കൾ വളരുന്നത്. അവർ ക്രിമിനൽ കേസിലോ ലഹരി കേസിലോ ഉൾപ്പെട്ടവരാണെങ്കിൽ മക്കളും ആ വഴി പോയാൽ അതിശയപ്പെടാനില്ല. കൊല്ലം അഞ്ചലിൽ MDMA കേസിൽ പിടിയിലായത് അമ്മയും മകനും ഉൾപ്പെടുന്ന സംഘമാണ്. അഞ്ചൽ സ്വദേശിനി ലീന ജേക്കബ്, ഇവരുടെ മകൻ റോണക്ക്, സുഹൃത്ത് ആകാശ് എന്നിവരാണ് പിടിയിലായത്. 2 മാസം മുൻപ് MDMA പിടിച്ച കേസിലാണ് പോലീസിന്റെ നടപടി. കഴിഞ്ഞ ദിവസം പിടിയിലായ ഐലറ സ്വദേശി പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലീനയുൾപ്പെടെയുള്ള 3 പേരെ കുറിച്ച് പോലീസിന് സൂചന ലഭിച്ചത്. ലീനയുടെ ഡ്രൈവറായും ഇയാൾ പ്രവർത്തിച്ചിരുന്നു. തുടർന്ന് 3 പേരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോഴാണ് കേസിൽ ഇവരുടെ പങ്ക് സംബന്ധിച്ച തെളിവുകൾ ലഭിച്ചത്. പ്രദീപിന് MDMA കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതും ലീനയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 2 ദിവസമായി ഇതിലൊരു 4 പേരെ പ്രദീപ്, ലീന, റോണക്ക്, ആകാശ് എന്നിവരെ ഇന്നലെയും മലയാളമായി 2 ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് 4 പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു, അതിനകത്ത് പങ്കുണ്ടായിരുന്നു. ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. പ്രതികളുടെ ലഹരിമരുന്ന് ഇടപാടിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നു. ലീനയുടെ മകൻ ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായ റോണക്കാണ് MDMA കടത്തിന്റെ ഇടനിലക്കാരനെന്നും പോലീസ് പറയുന്നു. MDMA കടത്താൻ കൂട്ടുനിന്നു എന്നതാണ് പിടിയിലായ ആകാശിനെതിരെയുള്ള കേസ്. റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വെച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുൻപ് കേസെടുത്തിട്ടുണ്ട്. പുനലൂർ കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരെ പ്രതികൾ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നമ്മളൊന്നും ഇത് കണ്ടിട്ട് പോലും ഇല്ല. ഈ ഫേസ്ബുക്ക് ആക്കി ഇത് ഫോട്ടോ എടുത്തേക്കുന്നു. ഈ സാധനം കണ്ടിട്ടില്ല. അഞ്ചൽ സർക്കിൾ ഇൻസ്പെക്ടർ ഹരീഷ്, SI പ്രജീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നടന്ന MDMA വേട്ടയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 6 ആയി.
ന്യൂസ് 18 പുനലൂർ. നമ്മുടെയൊക്കെ ജീവിതത്തിലേക്കൊന്ന് പിന്തിരിഞ്ഞു നോക്കുകയും സൗഹൃദവും പ്രണയവും നടിച്ച് കൂടെ കൂടിയവരുണ്ട്. സ്നേഹവും സംരക്ഷണവും നൽകുന്നതായി അവർ നമ്മളെ വിശ്വസിപ്പിക്കും. അങ്ങനെ നുണകൾ പറഞ്ഞ് ഒടുവിൽ മനോഹരമായി വഞ്ചിച്ച് കടന്നു പോകുന്നവർ. പ്രിയപ്പെട്ടവരെന്ന് കരുതിയവരിൽ നിന്ന് പലരും കുറെ വേദന അനുഭവിച്ചിട്ടുണ്ടാകും. ഒടുവിൽ അവർ നമ്മളെ ചതിച്ചുകൊണ്ട് വിശ്വാസമെന്ന വാക്കിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് യാതൊരു കുറ്റബോധവുമില്ലാതെ ഓർമ്മകളുടെ മുറിപ്പാടുകൾ ബാക്കിയാക്കി മടങ്ങും, അടുത്ത ഇരകളെ തേടി. ഇതാണിപ്പോൾ ഈ നാട്ടിൽ സംഭവിക്കുന്നത്. താൽക്കാലിക ലാഭത്തിനും സുഖത്തിനും വേണ്ടി സൗഹൃദവും ബന്ധങ്ങളും സൃഷ്ടിക്കുന്നവരാണ് എവിടെയും. അവസാനം കരയാൻ മാത്രം വിധിക്കപ്പെട്ട ചിലരുണ്ട്. അതുകൊണ്ട് ചതിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിക്കുക. എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.